വയനാട് മാനന്തവാടിയിലേക്കാണ്. അവിടെ കഴിഞ്ഞ ദിവസം വളരെ അസ്വസ്ഥതപ്പെടുത്തുന്ന ഒരു ദൃശ്യം നമ്മൾ കാണുകയുണ്ടായി. സമൂഹ മാധ്യമങ്ങളിലൊക്കെ ആ ദൃശ്യം കണ്ടു. ഒരു ആദിവാസി യുവാവിനെ കാറിൽ കെട്ടി വലിച്ചു കൊണ്ടുപോകുന്ന ദൃശ്യമായിരുന്നു അത്. നൗസർ, ഞാൻ ആദ്യം ആ യുവാവിൻ്റെ ഒരു ബൈറ്റാണ് കേൾക്കുന്നത്. ഒരു ഫേസ്ബുക്ക് ഫീഡിൽ വന്നപ്പോൾ ബൈറ്റ് കണ്ടു. അപ്പോൾ ഭയങ്കര അസ്വസ്ഥത തോന്നി. ആ ദൃശ്യം കണ്ടപ്പോൾ ശരിക്കും എനിക്ക് വീണ്ടും ഭയങ്കര അസ്വസ്ഥത തോന്നി. അപ്പോൾ ഈ ജയമോഹൻ്റെ 100 സിംഹാസനം എന്ന് പറഞ്ഞിട്ടൊരു ബുക്കുണ്ട്. അപ്പോൾ കോളേജ് കാലത്ത് വായിച്ചതാണ്. അപ്പോൾ ജീവിതത്തിൽ ഇന്ന് വരെ വായിച്ച പുസ്തകങ്ങളിൽ ഏറ്റവും തരിച്ചു പോയൊരു ബുക്ക്, ഒരു വായിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ നേരം കൂടെ അതിൽ നിരന്തരം അസ്വസ്ഥത തോന്നിയ ഒരു ബുക്ക് അതാണ്. അപ്പോൾ എനിക്ക് ആ ബുക്ക് വായിച്ചപ്പോൾ ഉള്ളൊരു ഫീലിംഗ് ആണ് ആ ദൃശ്യം കണ്ടപ്പോൾ തോന്നിയത്. അപ്പോൾ ആ സാഹചര്യം എപ്പോഴും നിലനിൽക്കുന്നത് നമ്മുടെ നാട്ടിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജയമോഹൻ്റെ ഇതിൽ പറഞ്ഞ അതേ സാഹചര്യം നിലനിൽക്കുന്നു ഒന്നും പറയാൻ ശരിയാവില്ല. പക്ഷേ വലിയ മാറ്റം ഉണ്ടായിട്ടില്ല. ദുർബലരായ മനുഷ്യർ ചാഞ്ഞ മരത്തിൽ എന്താണ് എളുപ്പം ചാടിക്കയറാകുമ്പോൾ ദുർബലരായ മനുഷ്യരെ നമുക്ക് എങ്ങനെയും എന്തും ചെയ്യാം എന്ന അഹങ്കാരമുണ്ട്. അതിപ്പോഴും ഉണ്ട്. ആരും ചോദിക്കാൻ വരില്ല. ഇങ്ങനെ നോക്കൂ, എത്ര ക്രൂരമായിട്ടാണ് ഈ പറയുന്ന മാദൻ എന്ന് പറയുന്ന മനുഷ്യൻ, ആ യുവാവ്, അദ്ദേഹത്തോട് ഇവർക്ക് ദേഷ്യമുണ്ടെന്ന് വിചാരിക്കുക, അല്ല അദ്ദേഹത്തെ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിക്കുക. നമ്മൾ സാധാരണ എന്താ ചെയ്യുക? ഇടിക്കും, അടിക്കും, തൊഴിക്കും, ഇതൊക്കെ ചെയ്യല്ലോ. അതല്ലല്ലോ ചെയ്യുന്നത്. ഒരുത്തൻ ഇദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചു വെച്ച് കാറിലിരിക്കുന്നു, എന്നിട്ട് ആൾ പുറത്ത് വണ്ടി ഓടിച്ചു പോകുന്നു ടാറിട്ട റോട്ടിലൂടെ. ആ മനുഷ്യൻ്റെ കാല് മുഴുവൻ റോട്ടിൽ ഇങ്ങനെ ഉരസി പോവുകയാണ്. അതേക്കുറിച്ചൊന്ന് ആലോചിച്ചോ, അത് അനുഭവിക്കാൻ ഒന്ന് ആലോചിച്ചോ. എന്ത് ഭീകരമായിട്ടുള്ള സംഗതിയാണ്. മുമ്പ് നമ്മൾ ഒരു പട്ടിയെ ഇങ്ങനെ കെട്ടി വലിച്ചപ്പോൾ കേരളത്തിൽ വലിയ വിവാദമായി എറണാകുളത്ത്. അതെ, അത് അങ്ങ് മനുഷ്യത്വരഹിതം, പൈശാചികം എന്ന് പറയാവുന്ന അതിന് ഉപയോഗിക്കാവുന്ന വാക്കുകളൊന്നും അറിയില്ല. പക്ഷെ അത് ഏറ്റവും സങ്കടകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ എന്തെങ്കിലും തെറ്റു ചെയ്തതിൻ്റെ പേരിലല്ല. ഇപ്പോൾ സാധാരണ ആദിവാസികളെ പീഡിപ്പിക്കുകയോ അവരെ ആക്രമിക്കുകയോ ചെയ്യുന്നതിന് പുറം അവർ അടയ്ക്ക മോഷ്ടിച്ചു, അല്ലെങ്കിൽ അവർ റബ്ബർ പാലം മോഷ്ടിച്ചു, മധുവിൻ്റെ കാര്യം, അരി മോഷ്ടിച്ചു, ഇങ്ങനെയൊക്കെയുള്ള ഇതതും ഇല്ല. ഈ 2 സംഘങ്ങൾ അവിടെ എന്തോ ടൂറിസ്റ്റ് ചെക്ക് ഡാമിൽ വന്നിട്ടുള്ള 2 സംഘങ്ങൾ തമ്മിൽ വഴക്ക് കൂടുന്നു. ആ വഴക്ക് കണ്ടപ്പോൾ നമ്മുടെ റിപ്പോർട്ടർ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ അതിൽ ഒരു സംഘത്തിൽപ്പെട്ട ആളുടെ കയ്യിൽ ഒരു കല്ലുണ്ടായിരുന്നു. ആ കല്ലുമായിട്ട് മറ്റേ സംഘത്തിൽപ്പെട്ട ആൾ ഇടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ മനുഷ്യൻ അയാളെ പിടിച്ചു വെച്ചു, ഈ കല്ല് കയ്യിലുള്ള ആളെ പിടിച്ചു വെച്ചു. അപ്പോൾ അതിൻ്റെ വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ പണി ചെയ്യുന്നത്. ഒരു നല്ല കാര്യമില്ല മനുഷ്യൻ ചെയ്തത്. ഒന്ന് ആലോചിച്ച് നോക്കും. ഒക്കെ കഷ്ടമാണ്. പക്ഷെ അതിൽ കാണുന്ന കാര്യം പോലീസ് അത് ഗൗരവത്തിലെടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ അതിൽ ഗൗരവത്തിൽ അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. 2 പേരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഇതിനകം. പക്ഷെ ഇങ്ങനെ സംഭവിക്കുന്നുള്ളത് സങ്കടകരമുള്ള കാര്യമാണ്. അതും നോക്കണം, ആ മാനന്തവാടി എന്ന് പറയുന്നത് ST റിസർവ്ഡ് ആയിട്ടുള്ള മണ്ഡലമാണ്. വർഷങ്ങളായിട്ട് ഷെഡ്യൂൾഡ് ട്രൈബിൽപ്പെട്ട ആളുകളാണ് അവിടെ നിന്ന് MLA ആയിട്ട് പോകുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ പട്ടികജാതി വകുപ്പ് മന്ത്രി ആ മണ്ഡലത്തിൽ നിന്നുള്ള ആളാണ്. ഇതേ മണ്ഡലത്തിൽ തന്നെ കഴിഞ്ഞ ദിവസം മറ്റൊരു സംഭവം രേഷ്മ ശ്രദ്ധിച്ചോ? ഹോസ്പിറ്റലിൽ മരിച്ച ഒരു ആദിവാസി സ്ത്രീക്ക് അവരുടെ മൃതദേഹം വീട്ടിലെത്തിക്കുവാൻ ആംബുലൻസ് കിട്ടിയില്ല. എന്നിട്ട് ഓട്ടോയിൽ ഒരു പായയിൽ പൊതിഞ്ഞ് ഓട്ടോയുടെ സീറ്റ് കിടത്തിയാണ്. വലിയ വാർത്തയായിരുന്നു. അത് എവിടെയാണ് സംഭവിക്കുന്നത്? ഇവരുടെ സുരക്ഷയും ഇവരുടെ ക്ഷേമവും നോക്കാൻ വേണ്ടി നിയുക്തനായ മന്ത്രിയുടെ അതേ മണ്ഡലത്തിൽ, ഇതേ മണ്ഡലത്തിൽ നവംബർ 25-ാം തീയതി വേറെ സംഭവം ഉണ്ടായിട്ടുണ്ട്. കുറേ അധികം ആദിവാസി കുടുംബങ്ങളുടെ കുടിലുകൾ വനം വകുപ്പ് നശിപ്പിച്ചു കളഞ്ഞു. സാങ്കേതികമായി അത് വനപ്രദേശത്താണെന്ന് പറഞ്ഞിട്ടാണ്. ചെറിയ കുടിലുകളാണ്. അപ്പോൾ അവർക്ക് വീട് വെക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട കരാറുകാരൻ അയാളുടെ പണി സമയത്തിന് തീർക്കാത്തതുകൊണ്ടാണ് ഇവർ അവിടെ തന്നെ താമസിക്കേണ്ടി വന്നത്. അത് ഈ പറയുന്ന മന്ത്രി കേളുവിൻ്റെ അതേ പഞ്ചായത്തിലുമാണ് കേട്ടോ. അതും കൂടെ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ ആദിവാസികളുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയുടെ ഫണ്ടുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഇവിടെ തന്നെ ട്രൈബൽ പ്രൊമോട്ടേഴ്സ് ഉണ്ട്, ആംബുലൻസ്, ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലും ഫലത്തിൽ കാര്യങ്ങൾ എല്ലാം പഴയപടി തന്നെയാണെന്നുള്ളതാണ്. അവർക്ക് വേണ്ടി സംസാരിക്കാൻ അങ്ങനെ ആളില്ല. നമുക്ക് ഒരു ജനാധിപത്യം ശക്തിപ്പെടുന്നത് അതിൽ ഏറ്റവും ദുർബലരായ മനുഷ്യർ, ഏറ്റവും ന്യൂനപക്ഷമായ മനുഷ്യർ, അവർക്ക് കൂടെ അവരുടെ വിഹിതവും പങ്കാളിത്തവും കിട്ടുകയും അവരുടെ ശബ്ദം കൂടെ പരിഗണിക്കപ്പെടുകയും അവരുടെ വേദനകൾ കൂടെ പരിഹരിക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയിലാണ്. പക്ഷേ അവർ അങ്ങനെ എന്തോ ഒരു പൊളിറ്റിക്കൽ ക്യാപിറ്റൽ, ഒരു ഫിനാൻസ് ക്യാപിറ്റലോ ഇല്ലാത്തൊരു സമൂഹമായിട്ട്
നമ്മൾ കരുതുന്നു. അവരെന്തും ചെയ്താൽ ചോദിക്കാൻ അധികം ആളുണ്ടാവില്ല എന്നൊരവസ്ഥയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഇതേക്കുറിച്ച് സംസാരിച്ചു കൊണ്ടേയിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിനുള്ളൊരു പരിഹാരം. ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട 2 യുവാക്കളെ പോലീസ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരുതുന്നത് ഇതിൽ പ്രതികളാകുന്നതായി 2 പേര് മാത്രമല്ല, നമ്മുടെ ഒരു സാമൂഹ്യ വ്യവസ്ഥയും കൂടെ അതിൻ്റെ ഭാഗമാണ്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആദിവാസികളായ ആളുകളെ, ദുർബല വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെ ആർക്ക് വേണമെങ്കിലും എന്തും ചെയ്യാം, അല്ലെങ്കിൽ ആരും ചോദിക്കാൻ വരില്ല എന്നുള്ളൊരു പൊതുബോധം ഉണ്ടോ? പൊതുബോധം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പൂർണ്ണാർത്ഥത്തിൽ പറയാൻ കഴിയില്ല. കാരണം ഇപ്പോൾ ഏറ്റവും അവസാനം പുറത്തു വന്ന ഈ ട്രൈബൽ അട്രോസിറ്റീസിൻ്റെ കണക്കെടുക്കുമ്പോൾ കേരളത്തിൽ അത് കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു. 37% കേരളത്തിൽ ഏറ്റവും പുതിയ വർഷത്തെ കണക്കുകൾ, ഏറ്റവും അവസാനം അവൈലബിളായ കണക്കുകൾ പ്രകാരം ആദിവാസികൾക്കെതിരായിട്ടുള്ള അതിക്രമം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഇപ്പം മധുവിൻ്റെ കാര്യം പറഞ്ഞു. വേറെയും കുറേ കേസുകൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടതും പെടാത്തതുമായ കേസുകളുണ്ട്. ഏറ്റവും അവസാനം ഇത് കാണുന്നു. നേരത്തെ ദൗസായി പറഞ്ഞ പോലെ ഭരണകൂടത്തിൻ്റെ സമീപനം എടുത്ത് നോക്കാം. ഭരണകൂടം പൊതുവെ ആദിവാസികളോട് എങ്ങനെയാണ് പെരുമാറുക? നേരത്തെ പറഞ്ഞാൽ അവരൊരു സമ്മർദ്ദ ശക്തിയല്ല, അവർക്ക് ശബ്ദം കുറവാണ് എന്നതുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള വീടുകൾ വെച്ചു കൊടുക്കുക, അവർക്ക് ഭൂമി അനുവദിക്കുക, അവരുടെ പ്രൊട്ടസ്റ്റിനെ പരിഗണിക്കുക. മുത്തങ്ങയിലെ സമരം നമ്മൾ അതിനെ സ്റ്റേറ്റ് കൈകാര്യം ചെയ്യുന്ന കണ്ടതിനാ എത്ര ക്രൂരമായി അതിനെ കൈകാര്യം ചെയ്തു നമ്മൾ കണ്ടതാണ്. അപ്പോൾ അവരുടെ സമരങ്ങളോട് സ്വീകരിക്കുന്ന സമീപനം, അവരുടെ ജീവിതാവശ്യങ്ങളോടുള്ള സമീപനം, ഇന്ത്യൻ സാഹചര്യം മൊത്തം എടുത്താൽ ഇന്ത്യയിലെ ഇപ്പോൾ ജാർഖണ്ഡ് പോലെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെയുള്ള മേജർ ഇഷ്യൂ എന്താണ്? ആദിവാസികളുടെ എക്കോസിസ്റ്റം മുഴുവൻ തകർക്കുകയാണ്. എന്നിട്ട് അവിടെ വൻകിട കമ്പനികളും മൈനിങ് കമ്പനികളും വരികയാണ്. അവർക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള അനുവാദമില്ല. അവർക്ക് വേണ്ടി പ്രൊട്ടസ്റ്റ് ചെയ്യുകയോ അവരുടെ പ്രൊട്ടസ്റ്റ് ഏറ്റെടുക്കുന്ന സ്റ്റാനിസ്വാമിമാരെ പിടി ജയിലിലിട്ടകത്തിട്ട് തീർത്ത് കളയും. അതാണ് ഇന്ത്യയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ ആകമാനം നമ്മൾ മധ്യപ്രദേശ് കണ്ടല്ലേ, ഒരു ആദിവാസി യുവാവിൻ്റെ മുഖത്തേക്ക് ഒരാൾ മൂത്രം ഒഴിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇന്ത്യ നടുങ്ങിപ്പോയ ദൃശ്യങ്ങളാണ്. തമിഴ്നാട്ടിൽ പോയാൽ അവിടെ ഒരാളെ കൊണ്ട് മലം തിരിച്ചില്ലേ, കഴിഞ്ഞ വർഷം വന്ന വാർത്തയാണ്. ഇത് ഇന്ത്യയിൽ ഇത് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്, ഇത് കുറയുന്നില്ല. അടിസ്ഥാനപരമായി ഇന്ത്യയുടെ ഈ ജാതി വ്യവസ്ഥയുടെ ഒരു സീരിയസ് ആയ പ്രശ്നം ഇന്ത്യ ഈ കാര്യത്തിൽ നേരിടുന്നുണ്ട്. ആദിവാസികളോടാവുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് വേണ്ടി സംസാരിക്കാനും അവരായി തന്നെയും സംസാരിക്കാൻ ശബ്ദമില്ല എന്ന പ്രശ്നമുണ്ട്. ഞാൻ അനീസിനോട് സംസാരിക്കാം, നമ്മുടെ റിപ്പോർട്ടർ അനീസ് പറയാണ്, പൊതുവെ നിശബ്ദരായ മനുഷ്യരാണ്, ആരുടെയും കാര്യത്തിൽ ഇടപെടുകയോ, കാരണം ഞങ്ങൾക്ക് ഇല്ലാത്ത സ്പേസ്, ഞങ്ങളുടെ സ്ഥലമല്ല എന്ന് കരുതി അവരെപ്പോഴും പിൻവാങ്ങി സഞ്ചരിക്കുന്നവരാണ്. ഒരു കാര്യത്തിൽ പറയുക, മെയിൻ സ്ട്രീമിൽ കയറി വർത്താനം പറയുക പോലും ചെയ്യാത്തവരാണ്. പക്ഷെ ഇത് ഒരാൾ കല്ലുകൊണ്ട് വേറൊരാൾ ഇടിച്ച് ഒരു അത്യാഹിതം സംഭവിക്കുന്ന ഭയന്ന് പിടിച്ചു മാറ്റാൻ പോയ ഒരാളെ, അത് ചെറുപ്പക്കാരായ 2 പേരെ ഇഷ്ടം. പുതിയ കാലത്തെ ആളുകൾ, ചെറുപ്പക്കാർ, പഴയ മനുഷ്യർക്കൊക്കെ ഈ പറഞ്ഞ ഡിവൈഡിലും ജാതീയതയിലൊക്കെ കുറച്ച് വിശ്വാസം ഉണ്ട് എന്ന് പറയാൻ ചിലപ്പം നമുക്ക് അത് പിടികിട്ടും. ഞാൻ ആലോചിച്ചത് അദ്ദേഹമായിരുന്നില്ല ഇതിൽ ഇടപെട്ടിരുന്നെങ്കിൽ ഒരിക്കലും അവരതിനെ ധൈര്യപ്പെടില്ല. ഞാൻ പറഞ്ഞു എനി കൈൻഡ് ഓഫ് അപ്പർ ക്ലാസ്സിൽപ്പെട്ട ഒരാളാണെങ്കിൽ ചെയ്യാൻ അത്ര ധൈര്യപ്പെടില്ല. ഇത് ആദിവാസിയാണ്, ചോദിക്കാൻ ആരും വരില്ല, അവനെ നമുക്ക് ഇടിക്കാനും കൊല്ലാനും ഒക്കെ ഉള്ള ആളാണെന്ന പൊതുബോധത്താൽ സ്വാധീനിക്കപ്പെട്ട ചെറുപ്പക്കാർ ഇത് ചെയ്യുന്നുള്ളത് ഞെട്ടിക്കുന്ന കാര്യമാണ്. നേരത്തെ ദൗസായി പറഞ്ഞ പോലെ പറഞ്ഞുകൊണ്ടേയിരിക്കുക, എല്ലാവരും മനുഷ്യരാണെന്നും എല്ലാവർക്കും റൈറ്റ്സ് ഉണ്ടെന്നും എല്ലാവരും ഒരേപോലെയുള്ള പൗരന്മാരാണെന്നും അവരെ ആക്രമിക്കാനോ അവരോട് ഏതെങ്കിലും നിലയ്ക്ക് അവരെ അറ്റാക്ക് ചെയ്യാനോ നമുക്ക് ആർക്കും അധികാരമില്ല എന്ന കാര്യം നമ്മൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇത് നിർഭാഗ്യകരവും നിരാശാജനകവുമാണ്. ഇതുപോലും ഒരു വലിയ പ്രശ്നമായിട്ട് മാറുന്നില്ല എന്ന് പറയുന്നത് ആദിവാസികൾക്ക് നേരെ ഉണ്ടാകുന്ന ഭരണകൂടത്തിൻ്റെ അട്രോസിറ്റീസും സമൂഹത്തിൽ നിന്നുള്ള വലിയ വൻകിടക്കാരുടെയും മാഫിയകളുടെയും അട്രോസിറ്റീസ് നമുക്കൊരു വിഷയമാകുന്നില്ല. വേറെ പലതും നമുക്ക് വിഷയവും. നമ്മളിപ്പോൾ സാധാരണ മനുഷ്യരുടെ, ഇപ്പോൾ വനത്തിൻ്റെ അതിർത്തിയിലുള്ള മനുഷ്യർ, അവർക്ക് നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള സമരങ്ങൾ പലപ്പോഴും ഭയങ്കര വിഷയമായിട്ട് മാറുമല്ലോ. പക്ഷേ അവിടെ തന്നെയുള്ള ആദിവാസികൾ നേരിടുന്ന ജീവിത പ്രശ്നങ്ങൾ നമുക്ക് വിഷയമല്ല. അപ്പോൾ നമ്മുടെ പ്രയോറിറ്റീസ്, നമ്മുടെ കാഴ്ചപ്പാടൊക്കെ മാറ്റുന്നതിനെക്കുറിച്ചുള്ള സൂചനകൾ അല്ലെങ്കിൽ നമുക്ക് ദൃഷ്ടാന്തങ്ങൾ അല്ലെങ്കിൽ സമ്മർദ്ദങ്ങളായിട്ട് ഇത്തരം എപ്പിസോഡ്സ് മാറുക എന്നുള്ളതല്ലാതെ അതൊന്നും പറയാനില്ല. തീർച്ചയായിട്ടും അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായ ഒരു സംഭവമാണ് ഉണ്ടായത്. അത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കട്ടെ. പൊതുസമൂഹത്തിൻ്റെ കൂടെ ജാഗ്രത ഇക്കാര്യത്തിൽ ഏറ്റവും അത്യാവശ്യമാണ്. അതുകൊണ്ട് നമുക്ക് നിരന്തരം ഇതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടേയിരിക്കാം. എല്ലാ മനുഷ്യരെയും ഒരേപോലെ കരുതാം. ഔട്ട് ഓഫ് ഫോക്കസ് പൂർണ്ണമാവുന്നു. നമസ്കാരം.